നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റിച്ച് പേഴ്സൺ എന്നുള്ളത് അല്ലേ. എന്താണ് നമ്മൾ റിച്ച് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആയിട്ടിരിക്കുക എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയാമോ? റിച്ച് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് നമ്മൾ കാണുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുക, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഫോണ്, കാറ് ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ വീക്കെൻഡിലും ഔട്ട്സൈഡ് ഷോപ്പിങ്ങിന് പോവുക, വില കൂടിയ സാധനങ്ങൾ വാങ്ങുക, ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ ആക്ടിങ് ആണ്. പക്ഷേ ഒരു മാസത്തിന്റെ അവസാനം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് അടുത്തൊരു സാലറിയെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും റിച്ച് അല്ല. ആ ഒരു വ്യക്തി റിച്ച് അല്ല, അതൊരു പുറമേയുള്ള മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നതിനും കാണിക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷെ റിയൽ ആയിട്ടുള്ള വെൽത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കാണിക്കുന്ന പോലുള്ള യാതൊരുവിധ ഔട്ട്സൈഡ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിങ്ങും ഇല്ല. എന്നാൽ വളരെ ക്വയറ്റായിട്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു എമർജൻസി ആവശ്യങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള എമർജൻസി ഫണ്ട് വളരെ സൈലന്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യുന്നുണ്ട്. അതിനൊരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അടുത്തൊരു സാലറി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പില്ല, അതിനു വേണ്ടിയിട്ട് പാനിക് ആവുന്നില്ല. ഒരു മെഡിക്കൽ എമർജൻസി ആർക്കെങ്കിലും ഉണ്ടായാൽ വളരെയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ ഓരോ നീഡ്സും വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നു പോകുന്നുണ്ട്. ഇനി നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുപരി നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്വയറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, പുറമെ ആഡംബരം നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും, ഇന്ന് ജോലിയില്ല, നാളെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്തു പോകാനുള്ള ഒരു ഇനഫ് ആയിട്ടുള്ള ഒരു സേവിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ സെക്യൂർ ആണ് എന്ന് തോന്നുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ ഒരു വ്യക്തികളാണ് ശരിക്കും ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ. അവരാണ് ശരിക്കും റിച്ച്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വളരെ പ്രാക്ടിക്കലായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഏത് സമയത്ത് പഠിച്ചൊരു ജോലി നേടി നമ്മുടെ ഫസ്റ്റ് സാലറി കിട്ടുന്ന ആ സമയം തൊട്ട് മറ്റുള്ള ആൾക്കാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അവർക്കെല്ലാം നമ്മൾ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ആരും നമ്മളോട് പറയത്തില്ല പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന്. എല്ലാം പോയിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് ജോബ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, ഫാമിലി പരമായിട്ട് ആർക്കെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാകാം. ഈ സമയമെല്ലാം നമ്മൾ കരുതിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിന് മുൻപേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മെഡിക്കൽ എമർജൻസി, ഒരു ഹെൽത്ത് കണ്ടീഷൻ മതി നിങ്ങൾ ഉണ്ടാക്കിയ മുഴുവൻ തുകയും വൈപ്പ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. ഈ ഇൻഷുറൻസ് എടുക്കാന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും പൊതുവെ മടിയുള്ളൊരു കാര്യമാണ്. പിന്നത്തേക്കാവട്ടെ, അടുത്ത മാസമാകട്ടെ, അടുത്ത വർഷമാകട്ടെ എന്ന് കരുതിയിട്ട് മാറ്റിവെക്കാം. പക്ഷേ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിലും ഭയാനകമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് നിങ്ങൾ കടം വാങ്ങുക എന്ന് പറയുന്നത് അതിലും വേഴ്സായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങളെ ആശ്രയിച്ച് ആരെങ്കിലും മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ലീഗലായിട്ട് നിങ്ങൾ സെക്യൂർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്രീമിയം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അവർക്ക് കൊടുത്ത് അവരെ ലൈഫിൽ സെക്യൂർ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സാലറി കിട്ടുമ്പോൾ അവർക്ക് ഔട്ട്സൈഡിൽ നിന്നോ അവരുടെ ചില ആവശ്യങ്ങൾക്കും അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കുകയല്ല വേണ്ടത്.